ജീവനക്കാർക്ക് ആനുകൂല്യം നിഷേധിച്ചെന്ന കേസിൽ നടി ജയപ്രദയ്ക്ക് ആശ്വാസമാകുന്ന തരത്തിലൊരു കോടതി വിധി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഏത് കേസിൽ എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? കോടതി നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ ചെന്നൈ എഗ്മോർ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി ജയപ്രദയെ നേരത്തെ ശിക്ഷിച്ചിരുന്നു. അത് ജീവനക്കാരുടെ ESI വിഹിതം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനായിരുന്നു മജിസ്ട്രേറ്റ് കോടതി നടിയും BJP നേതാവുമായ ജയപ്രദയെ ശിക്ഷിച്ചത്. 5 കേസുകളിലായിരുന്നു ജീവനക്കാരുടെ ESI വിഹിതം അടയ്ക്കുന്നതിൽ ജയപ്രദ വീഴ്ച വരുത്തിയത്. 6 മാസം തടവ് ശിക്ഷയും 5000 രൂപ പിഴയുമായിരുന്നു എഗ്മോർ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷയായി വിധിച്ചത്. ഇതിനെതിരെ ഈ ശിക്ഷാവിധി നടപ്പാക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ട് ജയപ്രദ നേരത്തെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ മദ്രാസ് ഹൈക്കോടതി ജയപ്രദയുടെ ആവശ്യം തള്ളുകയായിരുന്നു. തുടർന്നാണ് അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിലാണ് ജയപ്രദയ്ക്ക് ഇപ്പോൾ ആശ്വാസകരമായ ഒരു നടപടി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഈ വിധി നടപ്പാക്കുന്നത് ചെന്നൈ എഗ്മോർ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി നടപ്പാക്കുന്നതിനാണ് സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ജയപ്രദയ്ക്ക് ഏറെ ആശ്വാസകരമായ ഒരു നടപടിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ശരി, ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ആണ് വിവരങ്ങൾ നൽകിയത്.